അടുത്തത് ശ്രീ UA ലത്തീഫ്, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ അസംബ്ലിയിൽ 3-ാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് പറയുകയുണ്ടായി. സർ, സ്വപ്നം കാണുന്നത് എല്ലാവരുടെയും അവകാശമാണ്. എന്നാലും ഇല്ലേ സർ അതിനൊരു പരിധി. സർ, കേരളത്തിൽ 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഏതൊരാളോട് ചോദിച്ചാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും കട്ടായം എന്ന് അവർ മറുപടി പറയും. സർ, ഒരു നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിന് 7 ഘടകങ്ങളാണല്ലോ സർ ഉള്ളത്. 1 നിയമവാഴ്ച ഉറപ്പുവരുത്തൽ, 2 അഴിമതി രഹിത ഭരണം, 3 ഉത്തരവാദിത്തം, 4 സുതാര്യത, 5 ജനകീയ പങ്കാളിത്തം, 6 ജനഹിതം മനസ്സിലാക്കൽ, 7 കാര്യക്ഷമതയും ഫലപ്രാപ്തിയും. സർ, ഇതിൽ ഏതിലാണ് സർ ഈ ഗവൺമെന്റിന് 100-ൽ 10 മാർക്ക് ലഭിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, പോക്സോ കേസുകൾ, സൈബർ തട്ടിപ്പുകൾ, റാഗിംഗ് എന്ന് വേണ്ട ഓരോ ദിവസവും പിറക്കുന്നത് ചോരയിൽ കുളിച്ച വാർത്തകളുമായിട്ടാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതം വർദ്ധിക്കുന്നു. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. റവന്യൂ വരുമാനത്തിൻ്റെ പേരിൽ വെള്ളപ്പൊക്കം, വെള്ളക്കരം വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ സെസ് തുടരുന്നു. ഭൂനികുതി കുത്തനെ കൂട്ടി. 2010-11 55.97 ആയിരുന്നു നികുതി പിരിച്ചതെങ്കിൽ 24-25 841.90 കോടിയാണ് പിരിച്ചത്. സർ, അടുത്ത വർഷം അത് 1000 കോടിയിലധികമാകും. എത്രമാത്രം നികുതിയാണ് അടിച്ചേൽപ്പിക്കുന്നത്? കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ നികുതിയും വർദ്ധിപ്പിച്ചു. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതം വെട്ടിക്കുറച്ചു. കിടപ്പ് രോഗികളുടെ സഹായം വെട്ടിക്കുറച്ചു. SC/ST വിഭാഗത്തിൻ്റെ സഹായങ്ങൾ കുറച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലടിഞ്ഞു. കർഷക ആത്മഹത്യ വർദ്ധിച്ചു. കോടതികളിലെത്തുന്ന സ്ത്രീകൾക്ക് നീതിക്ക് വന്നാൽ നികുതി കൂട്ടി. ക്രിമിനൽ കോടതികളിലെ നീതിക്ക് നികുതി കൂട്ടി. ഇനിയും നികുതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പാലക്കാട്ട് മദ്യ ഫാക്ടറി ഉണ്ടാവുന്നു. സാർ, ഗവൺമെൻറ് ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ സംസാരിക്കും, പക്ഷേ മദ്യത്തിനെതിരെ ഒരക്ഷരം പറയില്ല. UDF പൂട്ടിയ മുഴുവൻ മദ്യഷാപ്പുകളും തുറന്നു. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ ഇഷ്ടം പോലെ മദ്യം. ഹോട്ടലുകളിൽ, ഇനി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മദ്യം സുലഭം. പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൊലപാതകങ്ങൾ, കുടുംബത്തകർച്ച, ആത്മഹത്യ എന്നിവ 70% കാരണം മദ്യമാണെന്നാണ്. പീഡനം, തട്ടിക്കൊണ്ടുപോകൽ 65%, റോഡ് അപകടങ്ങൾ 60%. സർ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 പറയുന്നത് the state shall endeavor to restrain the liquor, alcoholic liquor എന്നാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റോ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തൊരു സങ്കടമാണ് സർ. അവർക്ക് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിൽ യാതൊരു താല്പര്യവുമില്ല. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ മദ്യത്തെ ഒഴിവാക്കുന്നു. കാരണം അത് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കാരണം. സ്ത്രീകൾ വോട്ട് ചെയ്യുമോ സർ ഇതിന്? റാഗിംഗ് റാഗിംഗ് അതിന് ഉത്തരവാദികളായ കൊലപാതകം, പരിക്ക് പറ്റികൾ ഉത്തരവാദികളായ SFIയെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നു. വിദ്യാഭ്യാസ നയം 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നു. വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യുമോ? തൊഴിലില്ലായ്മ പെരുകുന്നു. യുവാക്കൾ വോട്ട് ചെയ്യുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത കുടിശ്ശിക, ആ പ്രശ്നത്തിൽ സർക്കാർ ജീവനക്കാർ വോട്ട് നൽകുമോ? പിന്നെ എങ്ങനെയാണ് സർ ഈ 3ാമത്തെ തുടർഭരണം? മദ്യ നയം മാറ്റി, സ്വകാര്യ വിദ്യാഭ്യാസ നയം മാറ്റി, ആശാവർക്കന്മാരുടെ സമരത്തെ പോലെ തൊഴിലാളി സമരങ്ങളോടുള്ള നയം മാറ്റി, വൻകിട മുതലാളിമാരോടും മൂലധനത്തോടുമുള്ള നയം മാറ്റി. ഇത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള ഭരണമല്ല സർ, മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഭരണമാണ്. സോഷ്യലിസ്റ്റ് ആശയം കൈമോശം വന്നു. സോഷ്യലിസം എന്നാൽ സോഷ്യലിസം ഇസ് ദ എക്സാൽട്ടേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി എബവ് ദ ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് ദി എംപവർമെൻറ്റ് ഓഫ് പ്രോളിറ്റേറിയറ്റ്. It is the extinction of private enterprises. It is the eradication of competition. ഇതിൽ ഏതാണ് സർ? ഇതിൽ ഈ ഇടതുപക്ഷ ഭരണത്തിൽ ഏതാണുള്ളത്? സമൂഹത്തിന് മുകളിൽ വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്നു, സ്വകാര്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രോളിറ്റേറിയറ്റിനെ മറക്കുന്നു, കോമ്പറ്റീഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. സോഷ്യലിസ്റ്റ് ആശയം ചോർന്നും പോയി. സഖാവ് EMS ജീവിച്ചിരുന്നുവെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്ന് ഈ ഭരണത്തെ ശക്തമായി വിമർശിക്കുമായിരുന്നു എന്നാണ് സാർ ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതുകൊണ്ട് ഇവിടെ എല്ലാം ശരിയാക്കാൻ വന്നവരാണ്, എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും UDF ഭരണത്തെക്കുറിച്ചാണ്
മറുഭാഗത്ത് നിന്ന് ഭരണപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് UDF ഭരണത്തിൻ്റെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് താരതമ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? ഇവിടുത്തെ ക്രിമിനൽ കേസുകൾ വർധന നിങ്ങൾ തയ്യാറുണ്ടോ? തൊഴിലില്ലായ്മ അത് താരതമ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? എല്ലാം UDF ഭരണത്തിൻ്റെ കാലത്ത് വളരെ നല്ല നില ആയിരുന്നു സാർ. നിങ്ങളുടെ ഭരണത്തിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അതിൽ മൂലധന കമ്മിയെപ്പറ്റി, ധനക്കമ്മിയെപ്പറ്റി, റവന്യൂ വരുമാനവും കടം വാങ്ങിയതും ഉപയോഗിച്ചതിനെ പറ്റിയൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് സാർ. അതിൽ പേജ് 30, 31 നികുതി പിരിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. പേജ് 68 കടമെടുക്കുന്ന പണം വികസനത്തിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്, 97.88% കടം വീട്ടാനാണ് ഉപയോഗിച്ചത്. പേജ് 89 ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ 204, 25, 205, 26 വകുപ്പുകൾക്ക് വിരുദ്ധമായി അധിക ചെലവ് നടത്തിയതിനെ സംബന്ധിച്ച് പറയുന്നു. പേജ് 114 സംസ്ഥാന ഗവൺമെൻറ് യഥാർത്ഥമായ വസ്തുക്കൾ മനസ്സിലാക്കാതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് പേജ് 114 പ്രതിപാദിക്കുന്നു. പേജ് 129 കിഫ്ബി അടക്കമുള്ള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കണക്കിൽപ്പെടുത്തണം. ഇപ്പോൾ തന്നെ 4,14,506 കോടിയിലധികം കടമുണ്ട്. പേജ് 171 സപ്ലിമെൻ്ററി പ്രൊവിഷനിലും കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പ്ലസ് പോയിന്റ് പോലും പറയുന്നില്ല സർ. CAGയുടെ റിപ്പോർട്ട് അവഗണിക്കുവാൻ സാധിക്കുമോ? സർ, ഇവിടെ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനെ കുറിച്ചൊക്കെ ധാരാളം പറയുകയുണ്ടായി. പ്രതിപക്ഷത്ത് നിന്ന് പറഞ്ഞ സജി ജോസഫ് അടക്കം പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഞാൻ അടിവരയിട്ട് അതിനെ അംഗീകരിക്കുകയാണ് സാർ. ഇവിടെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയുമൊക്കെ അവരടുത്ത് ചെന്നാൽ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കും. പക്ഷെ രണ്ടാളും ഒരു കാര്യത്തിൽ ഒരുമിച്ചു. എന്തിന്? ഇവിടുത്തെ വികസന പ്രവർത്തികളിൽ ഭരണപക്ഷത്തിന് നൽകുന്നതിൻ്റെ പകുതി മാത്രം പ്രതിപക്ഷത്തിന് നൽകിയാൽ മതി എന്നുള്ളത് അവർ യോജിക്കുകയാണ്. സാർ, ഇവിടെ എന്താണ് സാർ, ഇവിടെ സംസ്ഥാനത്ത് വികസനം വേണോ? LDF ഭരണം മാറണം. അവരത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലും അത് തെളിയിക്കും സർ, യാതൊരു സംശയവുമില്ല. മിനിഞ്ഞാൻ സർ, ഇവിടെ റവന്യൂ മന്ത്രി മലപ്പുറത്ത് ഒരു പട്ടയ അസംബ്ലി നടത്തിയിരുന്നു, പട്ടയ മേള നടത്തിയിരുന്നു സർ. അതിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ വർഷങ്ങളായി പട്ടയം കിട്ടാത്ത സത്രം ഭൂമിക്ക് പട്ടയം നൽകാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്, മഞ്ചേരി പ്രതിനിധി എന്നുള്ളതിൽ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ പ്രപ്പോസലിനെ ഞാൻ എതിർക്കുന്നു. എൻ്റെ മണ്ഡലത്തെ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, എൻ്റെ മണ്ഡലത്തിലെ മഞ്ചേരി ഒലിപ്പുഴ റോഡ് MLAയുടെ ടേം അവസാനിക്കാൻ പോവുകയാണ് സാർ. ഒരുപാട് തവണ ഞാൻ ബഹുമാനപ്പെട്ട PWD മന്ത്രിയോട് അപേക്ഷിച്ചിട്ടുണ്ട് അതൊന്ന് പൂർത്തിയാക്കാൻ, അത് പ്രവൃത്തി നടപ്പാക്കാൻ അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 2, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ക്യാബ്സും മറ്റും 30 കോടിയിലധികം ഉറുപ്പിക ഇവിടെ നൽകാറുണ്ട്. ദൈനംദിന പ്രവൃത്തികൾ അവതാളത്തിലാണ്. സേവനങ്ങൾക്ക് ചാർജ് കൂട്ടുന്നു സാർ. ഒരു 15 കോടിയെങ്കിലും നൽകി സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രപ്പോസലിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു സാർ. യെസ്, താങ്ക് യു.